ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയ്മോൻ ജോൺ, ഇടുക്കി രൂപത മുരിക്കാശ്ശേരി ഇടവകക്കാരനാണ്. ഞാൻ 2023 ആഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ കൊച്ചിന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ളൊരു 10 വർഷം എൻ്റെ ദുരിതപൂർണമായ നിമിഷങ്ങളായിരുന്നു. കാരണം ഞാനൊരു അമിതമായ മദ്യപാനിയായിരുന്നു, മദ്യത്തിന് അടിമയായിരുന്നു. 2018 ഏപ്രിൽ മാസം നിരന്തരമായി ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് ആസ്പദമാക്കി ഡോക്ടർ തരുന്ന ഗുളികയെല്ലാം കൂടെ പൊട്ടിച്ച് ഞാൻ കഴിച്ചു. അബോധാവസ്ഥയിലായി. അവസരോചിതമായി എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടായിരുന്നതിനാൽ അബോധാവസ്ഥയിലായി എന്നെ അയൽക്കാരെ വിളിച്ച് വരുത്തി മുരിക്കാശ്ശേരി അൽഫോൺസ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവർ അത് അന്നേരം തന്നെ എൻ്റെ വയറൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ ദൈവം ഈ ലോകത്തുനിന്ന് മായ്ച്ചു കളഞ്ഞില്ല. അങ്ങനെ കുറേ കാലം കൂടി കടന്നുപോയി. 2023 ഞാനിവിടെ കൊച്ചിന് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അദ്ദേഹം കാണുന്ന ഭിത്തിയെ ചാരി നിൽക്കുകയായിരുന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, 90 ദിവസത്തിനെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഉടമ്പടി എടുത്തു. ഇവിടുന്ന് പോയി പിറ്റേ ദിവസം തൊട്ട് ഞാൻ പള്ളിയിൽ പോയി കുർബസാരിക്കുകയും കുർബാന കൂടുകയും കുർബാനകളും ഒക്കെ ചെയ്തു. ഉടമ്പടി ഉപ്പിനെക്കുറിച്ചോ ഉടമ്പടി തൈലത്തെക്കുറിച്ചോ അങ്ങൊന്നും ചിന്തിച്ചിട്ടില്ല. ഇവിടുന്ന് ഫോണിൽ കൂടെ കാണുന്ന ധ്യാനം അതൊക്കെ ഞാൻ കേൾക്കും, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതൊന്നും എനിക്ക് ഉള്ളതല്ലായിരിക്കും, എനിക്കൊക്കെ ഇത് സാധിക്കുമോ? പക്ഷേ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവം കിട്ടി. ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് എൻ്റെ പിള്ളേർ കൂടുതലുണ്ടായിരുന്നു. അവരെ ഞാൻ വീട്ടിൽ ഇരുത്തിയിട്ട് രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ അടുക്കളയിൽ പോയി. കുഞ്ഞു വീടാണ്, നമ്മൾ ഈ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഒരു കൂടുങ്കിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിന് ഇച്ചിരി ഉപ്പ് കുറവുള്ള പോലെ തോന്നി. ഞാൻ അലക്ഷ്യമായിട്ട് ആ വെഞ്ചരിച്ച് ഉപ്പെടുത്ത് ഈ ഭക്ഷണപദാർത്ഥത്തിലിട്ടു. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ ഭക്ഷണപദാർത്ഥത്തിന് ഭയങ്കര കയ്പേറിയതായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് അങ്ങനെയല്ലേ ഉപയോഗിക്കേണ്ടത്, ഇത് വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസ പ്രഖ്യാപനം നടത്തി ഉപയോഗിക്കേണ്ട വസ്തുവാണ് ഉടമ്പടി ഉപ്പ് എന്നുള്ളത്. എനിക്ക് നല്ല ബോധ്യമായി. കാര്യം കഴിഞ്ഞാൽ എന്നെ സഹായിക്കാൻ ആൾ എൻ്റെ കൂട്ടത്തിലുണ്ട്, എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂട്ടത്തിലുണ്ട്, തിരുകുമാരനും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ അടിക്കടിയായി ഞാൻ നല്ല വിശ്വാസത്തിലും ഉടമ്പടി ജീവിതത്തിൽ ആഴത്തിലും ഞാൻ വളരുവാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഒരിക്കലും 2 വർഷമായിട്ട് മദ്യവനസാനം ഞാൻ തൊട്ടിട്ടില്ല. അമ്മയോട് കൂടെ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ സാധിച്ചു. കാരണം എനിക്ക് ഒരു 3 വീലർ ഗുഡ്സ് ആപ്പ മാത്രമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നടന്ന് എവിടുന്നേലും കിട്ടുന്ന ആക്രി സാധനങ്ങളൊക്കെ പെറുക്കിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കൊച്ച് ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അവളെ പഠിപ്പിക്കാൻ പൈസയൊന്നും ഇല്ലായിരുന്നു. ഓരോരുത്തരും സെൻറ്റർ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഞങ്ങളുടെ ഇടവക വലിയൊരു ഇടവകയാണ്, 26 കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ ജപമാല മാസത്തിൽ ഈ എല്ലാ കൂട്ടായ്മയിലേക്കും മാതാവിനെ രൂപം വണ്ടിയിൽ അലങ്കരിച്ച് വെച്ച് കൂട്ടായ്മയിൽ പോകുന്നൊരു പരിപാടിയുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം. ഞാൻ ചെന്ന് എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ എനിക്കുള്ള യോഗ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ഞാൻ എല്ലാ ദിവസവും ചെന്ന് മാതാവിനോട് പറയും, മാതാവേ എനിക്കൊരു മാർഗ്ഗം കാണിച്ചു തരണം, ഞാൻ വളരെ പരാജയത്തിലാണ്, കൊച്ചിനെ എങ്ങനെയും പറഞ്ഞയക്കണം, വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്തായാലും ഒക്ടോബർ മാസം തീരുന്നതിന് മുമ്പ് മാതാവിൻ്റെ രൂപം വണ്ടിയിൽ നിന്ന് അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് എനിക്ക് വലിയൊരു സ്ക്രാപ്പിൻ്റെ കട എനിക്ക് മാതാവിട്ട് തന്നു. തിരക്കേടില്ലാത്ത കട. ഇന്ന് ഞാനും അതുകൊണ്ട് ജീവിക്കുന്നു നല്ല സന്തോഷവാനായിട്ട്. അതുകൂടാതെ കൊച്ചിന് ജർമ്മനിക്ക് പോകാനായിട്ട് പൈസയൊന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം വിറ്റും പെറുക്കിയും അവളെ പരീക്ഷ എഴുതാനും സെൻറ്റർ തപ്പിയൊക്കെ ആയിട്ട് നടന്നു. കൽക്കട്ടയ്ക്കൊക്കെ പോയി, ബാംഗ്ലൂർ പോയി, ദൂര സ്ഥലങ്ങളിലൊക്കെ എഴുതി പഠിച്ചു. കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പൈസയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്തായാലും ഈ ഞാൻ ഒരു ബാങ്കിൽ ചെന്ന് ലോൺ ചോദിച്ചു, കൊച്ചിന് പോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ലോൺ തരണമെന്ന് പറഞ്ഞു. ബാങ്ക് മാനേജർ പറഞ്ഞു 40,000 രൂപ ഞാൻ അടയ്ക്കാനുണ്ട്, പട്ടയം വെച്ച ലോൺ, 1.5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 1.5 ലക്ഷം രൂപ 40,000 പോയിട്ട് 1.10 ഉള്ളൂ. 1.10 കൊണ്ട് എനിക്ക് പോകാൻ സാധിക്കത്തില്ല. ഞാൻ അന്നേരം ഇവിടെ വരും, മാതാവിൻ്റെ അടുത്ത് ഞാൻ വരും. എല്ലാ മാസവും ഞാനിവിടെ വരും. ആദ്യ ഞായറാഴ്ച ഇവിടെ വന്നിട്ട് മാതാവിനോട് പറയും, എൻ്റെ മാതാവേ എനിക്ക് കൊച്ചിനെ പറഞ്ഞു വിടാനായിട്ട് പൈസ ഇവിടെ നിന്ന് ഉണ്ടാക്കി തരണം. ഞാനിവിടെ വന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഏതായാലും കാര്യം ചെയ്യാം, ബാങ്ക് മാനേജർ അടുത്ത് ഒന്നുകൂടെ ചോദിച്ചേക്കാം. ആ ബാങ്ക് മാനേജർ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ബാങ്ക് മാനേജർ വന്ന് എല്ലാവരും കണ്ടിട്ട് ആ ബാങ്ക് മാനേജർ 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് 5 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ കൊച്ചിനെ പരീക്ഷ എഴുതി കൊച്ചിനെ പറഞ്ഞയച്ചു. കൊച്ച് ജർമ്മനി പോയി പഠിക്കുന്നു മിടുക്കത്തിയായിട്ട്.
അവൾ തന്നെ ലോൺ അടയ്ക്കുന്നു. എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് കടന്നു പോകുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതാണ്. ഇപ്പം പണ്ട് ഞാൻ മദ്യമടിച്ച് ലഹരി ഞാൻ ഉൾക്കൊണ്ടിരുന്ന മനുഷ്യൻ, ഞാൻ ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയുമാണ് എൻ്റെ ലഹരി. എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പേപ്പർ മേടിക്കും. ഞാൻ തടിയമ്പാട്ടിൽ നിന്ന് രാത്രി 11:15 ബസ്സിന് ഞാൻ എറണാകുളത്ത് വന്ന് ഇറങ്ങിയിട്ട് എറണാകുളത്ത് നിന്ന് അവിടുന്ന് ബസ്സിന് കയറി ഇവിടെ വരുമ്പോൾ 5:30 ഏതാണ്ട് 6 മണിക്കൂറോളം ചില സമയത്തൊക്കെ അവിടെ നിന്നാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനിവിടെ വരുമ്പോൾ മാതാവിൻ്റെ ഒരു സാന്നിധ്യം എനിക്കുണ്ടായിരിക്കും. ഞാനിവിടെ നിന്ന് പേപ്പർ മേടിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടും ചെല്ലുന്ന അറിയാതെ 2 ദിവസം പോലും എടുക്കത്തില്ല. വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ഞാൻ ആ പേപ്പർ കൊടുത്തു തീർക്കും. ഇതാരെങ്കിലും ഈ പേപ്പർ മേടിച്ചുകൊണ്ട് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും സാധനം പൊളിഞ്ഞു കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ടോയെന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ കൊടുക്കുകയുള്ളൂ. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ കൃപാസനത്തെപ്പറ്റി സംസാരിക്കുന്നത്, കാരണം കഴിഞ്ഞ ദിവസമൊക്കെ പഴയരിക്കണ്ടത്തിന് ഓട്ടം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു വീട്ടിൽ കിടന്ന് 1.5 മണിക്കൂർ ഞാൻ മാതാവിനെ പറ്റി സംസാരിച്ചു. കാരണം ഇവർ കേട്ടിരിക്കാനായിട്ട് വളരെ ജാഗ്രതയോടെ കേട്ടിരിക്കുന്ന നമുക്ക് കാണുമ്പോഴേ അതിനൊരു ഉൾവിളി എനിക്ക് മാതാവ് എനിക്ക് തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കോൺവെൻറ്റിൽ ഓട്ടം പോയപ്പോഴും 3-4 സിസ്റ്റർമാരോട് ഞാൻ ഇതേപ്പറ്റി പറഞ്ഞു. എന്നെക്കാളിലൊക്കെ ആത്മീയപരമായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരല്ലേ, എങ്കിൽ പോലും ഞാൻ 1 മണിക്കൂറോളം അവളോട് ഈ കൃപാസനത്തെപ്പറ്റി സംസാരിക്കുന്ന ഭാഗങ്ങൾ അവർ കേട്ട് നിന്ന് എനിക്ക് ഭയങ്കര ആശ്ചര്യം ഉളവാക്കി. എൻ്റെ മാതാവ് എപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ട്. കാരണം പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് മാതാവ് എന്നെ പഠിപ്പിച്ചത് ഉടമ്പടിയിലൂടെ. എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല മാതാവിനെ. എൻ്റെ കൂട്ടത്തിൽ എന്നും എപ്പോഴും അമ്മ എന്നോടൊപ്പം ഉണ്ടാവും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, കാരണം അവർ ദൈവത്തെ കാണും. തീർച്ചയായിട്ടും എനിക്ക് പരിശുദ്ധ കത്തോലിക്ക സഭ എനിക്ക് നൽകിയ എൻ്റെ കൂദാശകൾ, മാമോദിസ, പരിശുദ്ധ കുർബാന, വിവാഹം, സ്ഥൈര്യലേപനം, മുദ്രാവിക്കുന്നത് ഉൾക്കൊള്ളോടെ കാണാൻ സാധിച്ചത് ഉടമ്പടിയിലാണ്. എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഫാനിയ 3:18 നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവ ദിനത്തിൽ എന്നതുപോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതമുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനം ഏൽക്കേണ്ടി വരികയില്ല. ജയ്മോൻ ജോൺ എന്ന ഈ മകൻ്റെ വളരെ ശ്രേഷ്ഠമായ ഉടമ്പടി സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ഓരോ വാക്കിലും ദൈവസ്നേഹം എത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. അമ്മയെക്കുറിച്ചുള്ള ബോധ്യം പോലും വളരെ ശ്രേഷ്ഠമായിരുന്നു. പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനങ്ങളുമായി ജീവിക്കുവാൻ മകനെ വളർത്തുകയും ബോധ്യങ്ങളിൽ ഉറപ്പിക്കുകയും ചെയ്തതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ ശ്രേഷ്ഠതയെന്ന് നമുക്ക് അറിയാൻ പറ്റും. ജീവിതം തുടങ്ങിയത് എങ്ങനെയെന്ന് സഹോദരൻ പറയുന്നുണ്ട്. വലിയ മദ്യപാനാസക്തി, അമ്പെ തകർന്ന് പരാജയപ്പെട്ട ഒരു ജീവിതമാണ്. എന്നാൽ അമ്മയുടെ അരികിലേക്ക് എത്തിച്ചേർന്ന നാൾ മുതൽ അമ്മ കൈപിടിച്ച് നടത്തി. മകളുടെ ജർമ്മൻ ഭാഷാ പഠനത്തിന് ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുവെങ്കിലും എല്ലാ ക്ലേശങ്ങളും നീക്കി ആഗ്രഹിച്ചതിനപ്പുറം ലോൺ അനുവദിച്ച് ലഭിച്ച് മകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ പുറത്തു പോകുവാനുള്ള അവസരം ചെയ്തു കൊടുത്തു. മകന് ആക്രി പിറക്കി നടന്ന മകനെ സ്ക്രാപ്പിൻ്റെ ഒരു ഷോറൂം തന്നെ ഇട്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിതത്തെ ഉയർത്തുന്നതിന് മകന് സാധിച്ചു. അതോടൊപ്പം മറ്റുള്ളവരോട് അമ്മ മാതാവിനെക്കുറിച്ച് സന്തോഷത്തോടെ പറയുവാൻ, ഏതൊരു ജീവിത പ്രശ്നത്തിലും അമ്മയുടെ അരികിൽ പരിഹാരമുണ്ട്, ആശ്രയിച്ചാൽ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാൻ മകനെ പ്രാപ്തനാക്കിയത് മകൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മളും പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ, ആദികളാൽ, തകർച്ചകളാൽ വേദനിച്ചായിരിക്കും അമ്മയുടെ അരികിലിപ്പോൾ ആയിരിക്കുന്നത്. അമ്മയോട് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തെ തിരുത്തുമെന്ന് വാക്കുകൊടുക്കാം. അമ്മ മാതാവ് കരം പിടിക്കും. ഏതൊരു ഭാരപ്പെട്ട വിഷയത്തെയും, എത്ര നാളായുള്ള പരാജയത്തെയും, സങ്കടങ്ങളുടെ വലിയ കടലിനെയും അമ്മ മാറ്റിത്തന്നുകൊണ്ട് ആശ്വാസം, സന്തോഷം, ജീവിതത്തിന് ഉയർച്ച നൽകി നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ ഈ എൽത്താരയിൽ തൻ്റെ വാക്കുകളിലൂടെ പങ്കുവെച്ചത്. ഈ മകന് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.